and welcome to Jailan PSC. So 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനെ കുറിച്ച്. സോ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണെങ്കിൽ പോലും അസിസ്റ്റന്റ് ഓഡിറ്റർ പോസ്റ്റ് ആണിത്. അത് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, കേരള PSC, ഓക്കെ, കേരള PSC, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ്. ഓക്കെ, സോ ഇത്രയും ഓഫീസസിലേക്കാണ് ഈ ഒരു പോസ്റ്റിൽ നിന്നുള്ള എല്ലാ അഡ്വൈസും പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ പേ സ്കെയിൽ ഏകദേശം 45,000 രൂപയോളമാണ് വരുന്നത്. സോ ഒരു ഡിഗ്രി ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റിയ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. സോ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു പോസ്റ്റ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, 18 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള 36 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് ആണ് ഈ ഒരു പോസ്റ്റിനുള്ളത്. അതുപോലെ തന്നെ OBC കാറ്റഗറിയിലുള്ളവരുടെ ഏജ് ലിമിറ്റ് 39. ഓക്കെ, നമുക്ക് 3 വർഷം കൂടിയാണ് വാലിഡിറ്റി കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ 41 വയസ്സാണ് SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്. ഓക്കെ, സോ റിസർവേഷൻ കാറ്റഗറീസിന് 3 വർഷം 5 വർഷം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏജ് ലിമിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ആണ്. ഡിഗ്രി പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ആണ്. അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് സ്പെഷ്യൽ സെക്രട്ടറി വരെ എത്താൻ സാധിക്കും. സോ പേ സ്കെയിലും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ ഓഫീസേഴ്സിന് ശേഷമുള്ളതൊക്കെ ഗസറ്റഡ് പോസ്റ്റുകളാണ്. ഓക്കെ, നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് നല്ല ഹയർ ലെവലിലേക്കൊക്കെ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കയറി കഴിഞ്ഞാൽ ഇത്രയും തന്നെ നമുക്ക് സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള പ്രൊമോഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമായിട്ട് നമുക്ക് കുറച്ച് ദിവസത്തെ കഷ്ടപ്പാട് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താം. റാങ്ക് ലിസ്റ്റിൽ എത്തുക മാത്രമല്ല, ടോപ്പ് റാങ്കിലേക്ക് എത്താനും സാധിക്കും. നല്ല രീതിയിൽ എഫോർട്ട് ഇടാൻ എല്ലാവരും തയ്യാറാണെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, സോ ജോബ് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. സോ എന്നാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്ന് തൊട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ചൂടുണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ സിലബസ് നമുക്ക് അറിയാവുന്നതാണ്. സോ ആ ഒരു സിലബസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കോമൺ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഇതെല്ലാം എക്കണോമിക്സ് എല്ലാം കോമൺ ടോപ്പിക്സ് ആണ്. എല്ലാ എക്സാംസിനും സ്ഥിരമായി ചോദിക്കുന്നതാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ആരും വെയിറ്റ് ചെയ്യരുത്, നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമുക്ക് പോർഷൻസ് ഒക്കെ സിലബസ് കംപ്ലീറ്റ് തറവാക്കിയിട്ട് പോവുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2021 ഓക്കെ, കാറ്റഗറി നമ്പർ 57/2021 ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം നടന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് ഏപ്രിൽ 2023 12/4/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. സോ 2021 നോട്ടിഫിക്കേഷൻ വന്നു, 2022 പ്രിലിംസും മെയിൻസും നടത്തിയിട്ട് 2023 ഏപ്രിലോടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. സോ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 2026 കൂടി, അതായത് 12/4/2026 കൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പൊ തന്നെ ഏകദേശം 1.5 വർഷത്തോളമായി. സോ ഈ ഒരു കാലാവധി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. അപ്പൊ തന്നെ നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് PSCയുടെ ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 2026 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ, അതായത് ഈ വർഷം അവസാനത്തോടെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം 2025 പ്രിലിംസും മെയിൻസും നടത്തി റാങ്ക് ലിസ്റ്റിലേക്ക് ആൾക്കാരെ എടുക്കണം. സോ അത്രയും നീണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം 2025 കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ 2024 അവസാനത്തോടെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമുക്ക് 2025 പ്രിലിംസും ആദ്യം പ്രിലിംസും പിന്നീട് 3-4 മാസങ്ങൾക്ക് ശേഷം മെയിൻസ് എക്സാമും ഉണ്ടാവും. മെയിൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഇന്റർവ്യൂ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇന്റർവ്യൂ ഇല്ലാതെ ആയിരിക്കും ഈ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് 12/4/2026 മുമ്പ് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത വർഷം 2025 തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ 2023 ഈ ഒരു കാലാവധി 2026 തീരുന്നു. 2025 നമുക്ക് അടുത്ത എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടുകൂടി, അതായത് ഡിസംബർ ജനുവരി അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിക്കുള്ളിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2025 എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആ ഒരു ദൂരം വളരെ കുറവായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസും മെയിൻസും ഉണ്ടാവും, 2 എക്സാംസ് ഉണ്ടാവും. പ്രിലിംസ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ മെയിൻസ് എക്സാമിന് മെയിൻസിന്റെ സിലബസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം വരെ സ്പെഷ്യൽ ടോപ്പിക് ഒരു 20 മാർക്കിന്റെ ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കോമൺ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്. സോ പ്രിലിംസിന് നല്ല രീതിയിൽ പഠിക്കുക, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് റിവിഷനോടെ മാത്രം സ്പെഷ്യൽ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം 1.5 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഏകദേശം 350-അടുത്ത ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 350ഓളം പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തെ 200-നുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യം 100 റാങ്കിനുള്ളിൽ തന്നെ വരണ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. സോ നമുക്ക് 2026 തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. ഓക്കെ, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് പോകുന്നവരും നമ്മുടെ ചാൻസസ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടെൻഷനും ആയിരിക്കും, കിട്ടോ ഇല്ലയോ, നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുക. സോ അതിനേക്കാളും നല്ലത് ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരാൻ നമുക്ക് സേഫ് ആയിട്ട് തന്നെ നിൽക്കാൻ സാധിക്കും. അത് കൂടാതെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ആദ്യത്തെ 100 റാങ്കിൽ എത്താൻ സാധിക്കും. നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാവരും ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പ്രിലിംസ് നമുക്കെന്ന് പറയുമ്പോൾ കട്ട് ഓഫ് കടന്നാൽ മതി, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ പ്രിലിംസ് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് പഠിക്കുക. നമ്മൾ എല്ലാം പഠിച്ച് 100-ൽ 100 മാർക്ക് വാങ്ങണം എന്നൊരു കാര്യം പ്രിലിംസിലില്ല. എത്രയാണോ കട്ട് ഓഫ്, ഒരു ആവറേജിനേക്കാൾ അബോ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കൂളായിട്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ പ്രിലിംസിന് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക. എല്ലാം അറിഞ്ഞു വെക്കണം എന്നില്ല, പക്ഷെ നമ്മൾ പാസ് ആവാനുള്ള കാര്യം, നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ആവറേജിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ടെൻഷൻ കയറി നെഗറ്റീവ് കൂട്ടി ആ ഒരു ചാൻസ് കളയാതിരിക്കുക. സോ നമുക്ക് ഒരുവിധം പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങളാണ് നെഗറ്റീവ് മാർക്കിങ്, ഓക്കെ, നെഗറ്റീവ് റിവിഷനും. ഇത് രണ്ടും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങളാണ്. സോ നെഗറ്റീവ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കൺഫ്യൂഷൻ ആവും, കാരണം നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല. റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നെഗറ്റീവ് കൂടും. ഓക്കെ, കൺഫ്യൂഷനിലൂടെ നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ നെഗറ്റീവ് കൂടാനുള്ള സാധ്യത ഉണ്ട്. സോ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക. എന്താണ് നമ്മൾ പഠിക്കുന്നത്, ഒരു വീക്കിൽ നമ്മൾ എന്ത് പഠിക്കുന്നോ ആ ടോപ്പിക്ക് ആ വീക്ക് തന്നെ റിവൈസ് ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. നമ്മളിപ്പോ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരു വീക്ക് നമ്മൾ എന്ത് പഠിച്ചു, കുറച്ച് ടോപ്പിക്സേ പഠിച്ചിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ടോപ്പിക്സ് മാത്രം മതി. പക്ഷെ ആ വീക്ക് തന്നെ അത് തറവാക്കുക, അത് റിവൈസ് ചെയ്യുക. വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസും നെഗറ്റീവ്സും കൂടും. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതോടെ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മനസ്സിലാവും, ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് തൊട്ട് മുമ്പ് ആണെന്ന് ഡിഗ്രി എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര ഡെപ്തിൽ നമുക്ക് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏത് ഏരിയ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയാണ്. അതും നമുക്കിപ്പോൾ 2025 എക്സാം വരുമ്പോൾ 2024 നടന്ന ഡിഗ്രി ലെവൽ എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുക.
ഓക്കെ, അതുപോലെ തന്നെ പഠിച്ച് ബേസ് ആദ്യം റെഡിയാക്കാം. നമുക്ക് SCERT NCERT ഇങ്ങനത്തെ ബുക്സ് റെഫർ ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൈം ഉണ്ട്. 2025 എക്സാം നടക്കുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്സ് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ബേസിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്സും NCERT ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ്. ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുക, പത്രങ്ങളിലൂടെ അല്ലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എങ്ങനെയാണോ പഠിക്കാൻ കൺവീനിയന്റ് ആയിട്ടുള്ള പത്രങ്ങൾ ഡെയിലി വായിച്ച് കറണ്ട് അഫയേഴ്സ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ നല്ലതാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, അത് വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ പഠിത്തം ഏതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് എഴുതി പഠിച്ചാലും ഒക്കെ ആയിരിക്കും, വായിച്ചു പഠിച്ചാലും ഒക്കെ ആയിരിക്കും, കണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു പഠിക്കുന്നവരുണ്ട്, കേട്ട് പഠിക്കുന്നവരുണ്ട്, പല രീതിയിൽ പഠിക്കാം. ചിലർക്ക് ഇതെല്ലാം വേണം. ഓക്കെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് ആ രീതിയിൽ പഠിക്കുന്നതല്ലായിരിക്കും, കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക. ഇപ്പൊ ടൈം ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ രീതിയിലും ഫോക്കസ് ചെയ്യാം. കണ്ടു പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചു വിടുന്നു, ന്യൂസ് പേപ്പറിൽ ആ ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് നോട്ട്സ് എഴുതി വെക്കുമ്പോൾ നോട്ട് നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഓഡിയോ നമ്മുടെ മൈൻഡിലേക്ക് വരും. സോ ഇങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്യുക. ഏത് രീതിയിൽ നമുക്കത് മൈൻഡിൽ കിട്ടണം, എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ അത് ആൻസർ കിട്ടണം. അത് എങ്ങനെ ചെയ്താലാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. സോ ഏതാണ് നമുക്ക് ഈ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്, ആ മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ എക്സാമിനെ ഫോക്കസ് ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ്, നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ എഴുതി തുടങ്ങിയവർക്ക് ചിലപ്പം പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള എക്സാംസിന്റെ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി കാണില്ല. സോ അങ്ങനെയുള്ളവർ ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, സോ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന നല്ലൊരു ഓഫർ ആണിത്. സോ നമുക്കിനി ഈ ഒരു എക്സാമിന്റെ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഡിഗ്രി ലെവലിലെ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. സോ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഹിസ്റ്ററി. സോ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഹിസ്റ്ററീസ് ഉണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ വേൾഡ് ഹിസ്റ്ററി. സോ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ ഓരോ ടോപ്പിക്സും, അതായത് യൂറോപ്യൻസിന്റെ അറൈവൽ മുതൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള 1956 ശേഷമുള്ള ആ ഒരു ടൈമിലുള്ള രാഷ്ട്രീയ ചരിത്രം വരെയുള്ള കാര്യങ്ങളാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ട്രാവൻകൂർ കിങ്സ് അവരുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതിന്റെ റെഫറൻസ് മെറ്റീരിയൽസ് നോക്കാം. സോ നമുക്ക് ബേസിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, റാങ്ക് ഫയൽസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, കുറച്ച് റെഫറൻസ് മെറ്റീരിയൽസ് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ശ്രീധരൻ മേനോന്റെ കേരള ചരിത്രം പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. സോ ആ രീതിയിൽ അതും നമ്മൾ ഇപ്പം പഠിക്കാതിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ടൈം ഒട്ടും കിട്ടത്തില്ല. സോ നമ്മുടെ ക്രിസ്പായിട്ട് പ്രിസൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എലിമിനേഷൻ മെത്തേഡ്സ് പഠിക്കുക. സോ എലിമിനേഷനിലൂടെ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ പ്രിലിമിനറി എക്സാമിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ട് പഠിച്ചു പോകാതെ ഏറ്റവും പ്രിസൈസ് ആയിട്ട് പഠിച്ചു നോക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി, ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. സോ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് മറ്റ് എക്സാംസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മെഡിവൽ ഇന്ത്യ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ മുഗൾ രാജവംശം അല്ലെങ്കിൽ അതുപോലത്തെ മെഡിവൽ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ അതിലേക്ക് നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ INC, സ്വദേശി മൂവ്മെന്റ്. ഇതൊക്കെ നമുക്ക് എല്ലാ എക്സാംസിലും വരുന്ന കോമൺ ടോപ്പിക്സ് ആണ്. പക്ഷെ ഇൻ ഡെപ്ത് ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ ഇപ്പം കഴിഞ്ഞ തവണ നടന്ന ഒരു LD നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാം, നെഗറ്റീവ് കുറയ്ക്കാൻ സാധിക്കും. ഈസി ആയിട്ട് കിട്ടുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പിന്നീട് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എലിമിനേഷൻ പറ്റുമോ നോക്കാം. നമുക്ക് ആ ഒരു രീതിയിലൊക്കെയാണ് ഈ എക്സാമിന് നോക്കേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, സോ പ്രിലിമിനറി ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു രീതി മാത്രം നോക്കുക. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതാണ് കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ്. ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നോക്കി വെക്കുക. ഓക്കെ, പിന്നെ വരുന്ന വേൾഡ് ഹിസ്റ്ററി ആണ്. വേൾഡ് ഹിസ്റ്ററി ചെറിയ ടോപ്പിക്സ് ആണെങ്കിലും ടോപ്പിക്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ എല്ലാം ചോദ്യമായിട്ട് വരാം. ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സോ എല്ലാത്തിൻ്റെയും കൂടെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എല്ലാത്തിൽ നിന്നും റിലവൻ്റ് ആയിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ,
പിന്നെ വരുന്ന ടോപ്പിക്കാണ് ജോഗ്രഫി. ജോഗ്രഫി ഇതുപോലെ തന്നെ ബേസിക് ജോഗ്രഫി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അറ്റ്മോസ്ഫിയർ, റോക്ക്, ഇങ്ങനത്തെ ലാൻഡ് ഫോംസ് ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി പ്രിസൈസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് കേരള ജോഗ്രഫിയാണ്. ഓക്കെ, ഫിസിയോഗ്രഫി മുതൽ റോഡ്, റെയിൽവേ, എയർ ട്രാൻസ്പോർട്ടേഷൻസ് വരെ ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, സോ ജോഗ്രഫി പഠിക്കുമ്പോൾ കൂടുതലും മാപ്പ് യൂസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ പഠിക്കുകയാണെങ്കിൽ മാപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ചെയ്ത് പോവാം. പിന്നെ വരുന്നതാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ആണ് പൊതുവെ കുറച്ചുകൂടി ടഫായിട്ട് കാണുന്നത്. ഓക്കെ, എക്കണോമിക്സിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും വരാറുണ്ട്. പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. സോ നീതി ആയോഗ് 5 ഇയർ പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ നാഷണൽ ഇൻകത്തിന്റെ ബേസിക് ആയിട്ടുള്ള GDP, GVA, GNP ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ചോദ്യം വരാറുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബഡ്ജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ, ബഡ്ജറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യുക. ഓക്കെ, അടുത്തത് സിവിക്സ് ആണ്. സിവിക്സിൽ നിന്ന് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ബ്യൂറോക്രസി, ഗവർണൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇതാണ് സിവിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ കറണ്ട് ആയിട്ട് വരുന്ന എന്തെങ്കിലും സ്കീംസ് കാര്യങ്ങളും അതും എല്ലാം സിവിക്സിൽ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ചെറിയ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അത്രയും മാർക്കിനുള്ള കണ്ടന്റ് നമ്മൾ പഠിച്ചു. സോ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, സോ എല്ലാ ടോപ്പിക്സും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുക. ലക്ഷ്മികാന്ത് ഒക്കെയാണ് കൂടുതലും റെഫറൻസിന് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ SCRT വായിച്ചതിന് ശേഷം ലക്ഷ്മികാന്തിലേക്ക് കടക്കുക. ഓക്കെ, സോ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മലയാളത്തിലെ ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ്, ലിറ്ററേച്ചർ, ഈ കലാകായിക സാംസ്കാരികം. സോ ഈ ഒരു ടോപ്പിക്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യകാവ്യ കലകൾ ഉണ്ടാവും. സ്ഥലങ്ങള്, വ്യക്തികള് അതെല്ലാം ചോദ്യമായിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ കേരള കലാമണ്ഡലം പോലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം പഠിക്കുക. എഴുത്തുകാരുടെ തൂലികാ നാമങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഇതെല്ലാം ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, കായിക രംഗവുമായിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓരോ ഐറ്റംസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ഉള്ള കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, വേദികൾ ചോദിക്കാറുണ്ട്, കായിക താരങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ അതുപോലുള്ള പ്രധാനപ്പെട്ട ഈവെന്റ്സ് എല്ലാം ചോദിച്ചു കാണാറുള്ളതാണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി തന്നെ ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫുട്ബോൾ, ഹോക്കി എല്ലാ ഈവെന്റ്സും, എല്ലാ സ്പോർട്സ് ഈവെന്റ്സും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, കൂടുതലും കറണ്ട് അഫയേഴ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സാഹിത്യം, ആട്ടകൃതികള്, ആദ്യത്തെ കൃതി, പിന്നെ നമ്മുടെ തൂലികാ നാമങ്ങള്, ഓരോ പ്രധാനപ്പെട്ട കൃതികൾ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട കൃതികളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, പുന്നപ്ര വയലാർ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് തകഴി എഴുതിയ കൃതി ഏത്, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ അതുപോലെ കറണ്ട് അഫയേഴ്സ്, എഴുത്തച്ഛൻ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം ഇങ്ങനത്തെ കറന്റ്ലി റിലവന്റ് ആയിട്ടുള്ള അവാർഡ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. സോ എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അവാർഡ്സ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ അവാർഡ്, അതുപോലെ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ്സ്, അതുപോലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ കുറിച്ചും എല്ലാം ചോദ്യങ്ങൾ വരുന്നതാണ്. സംസ്കാരം അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഘോഷങ്ങൾ, ഓക്കെ, ആഘോഷങ്ങളെ കുറിച്ചും നൃത്തരൂപങ്ങളെ കുറിച്ചും സാംസ്കാരിക കേന്ദ്രങ്ങളും സാംസ്കാരിക നായകർ എല്ലാവരെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്സും ഇന്റർനെറ്റ്, അതുപോലെ നമ്മുടെ സൈബർ നിയമങ്ങൾ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ സൈബർ നിയമങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർസ് കൂടുതൽ പ്രോഗ്രാമിംഗിൽ കുറച്ചുകൂടി കൺഫ്യൂസിങ് ചോദ്യങ്ങൾ കാണുന്ന പ്രോഗ്രാമിംഗ്, നമ്മുടെ സോഫ്റ്റ്വെയർസിലെ കുറച്ച് പോർഷനിലാണ് കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ഓക്കെ, നെറ്റ്വർക്സിനെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. സോ ആ രീതിയിലെല്ലാം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നമുക്ക്
മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സോ നമ്മുടെ പ്രിലിംസിലും മെയിൻസിലും മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്. സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്ന് പ്രിസൈസ് ആയിട്ട് പ്രിലിംസിനില്ല. സോ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിലും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ISRO ആയാലും എന്തായാലും ISROയുടെ പ്രധാനപ്പെട്ട റോക്കറ്റ്സ്, മിഷൻസും അതുപോലെ തന്നെ DRDOയുടെ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറന്റ്ലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ എൻവയോൺമെന്റ് സയൻസിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഹോസ്റ്റ്, ഓക്കെ, നമ്മുടെ കൺവെൻഷൻസ്, ഹോസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ഈവെന്റ്സും. ഓക്കെ, സോ നമ്മുടെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിച്ചു കാണാറുള്ളത്. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി വരുമ്പോൾ. പിന്നെ മാത്സ് ആണ് നമുക്ക് ഏറ്റവും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്നവര് ഫസ്റ്റ് തന്നെ നമ്മൾ GK പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാത്സ് തറവാക്കുക. മാത്സ് തറവാകുകയാണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടല്ലേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏത് എക്സാമിനും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടുതൽ ഫോക്കസ് ചെയ്ത് ആദ്യം പഠിക്കുക. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള 20, 10 വെച്ചിട്ട് 40 മാർക്കോ 50 മാർക്കോ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ബാക്കി GK പാർട്ടിനുള്ള മാർക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത്രയും ടോപ്പിക്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ആ ഫുൾ മാർക്കും അല്ലെങ്കിൽ നമുക്കൊരു 8 മാർക്ക്, 10ൽ 8 മാർക്കെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ടോപ്പിക്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതൊന്ന് നമ്മൾ ബേസ് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാംസും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ മാത്സിലെ സിമ്പിൾ അർത്ഥമെറ്റിക്കിൽ വരുന്ന സംഖ്യകളും ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസും, മെൻസുറേഷൻ. ഓക്കെ, അതുപോലെ പ്രോഗ്രഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മെന്റൽ എബിലിറ്റിയുടെ കേസിൽ പറയുമ്പോൾ നമ്മുടെ സീരീസ് ഉണ്ട്, അതുപോലെ അനലോജി ഉണ്ട്, ഔട്ട് മാൻ ഔട്ട്, കോഡിംഗ്, ഡീകോഡിംഗ് ഉണ്ടാവും, ഫാമിലി റിലേഷൻസ്, ഡയറക്ഷൻസ്, ടൈം ആൻഡ് ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡേറ്റ്, കലണ്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. സോ ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഗ്രാമർ പോർഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ വൊക്കാബുലറി 5 മാർക്ക് വെച്ചായിരിക്കും 2 ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് റീജിയണൽ ലാംഗ്വേജ്, മലയാളം. സോ മലയാളത്തിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ഈ 13 ടോപ്പിക്സും പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10ൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 8 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ ഇത്രയാണ് നമുക്ക് സിലബസിലെ കാര്യങ്ങളിൽ വരുന്നത്. സോ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്സും മറ്റ് റെഫറൻസ് മെറ്റീരിയൽസും റാങ്ക് ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ രീതിയിൽ നമ്മൾ ക്ലാസ്സസ് കേൾക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ബുക്സ് വായിച്ചെന്നുള്ള കാര്യമില്ല. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ ടോപ്പിക്സ് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. സോ ആ രീതിയിൽ നമുക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2025 നമുക്ക് നടക്കാൻ പോകുന്ന എക്സാമിന് വളരെ നല്ല മാർക്സ് വാങ്ങാൻ പറ്റും. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുകളിൽ എത്താനും സാധിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.